രാഷ്ട്രീയ നേതാക്കൾ രണ്ട് ചേരിയായി നിന്നതോടെയാണ് പുതിയ പാലവും ബൈപ്പാസും ത്രിശങ്കുലായത്. 2.5 കൊല്ലമായി ഇത് നടന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഏക കാരണം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതിനെ പിന്തുണച്ചിട്ടുള്ള കേരളത്തിൻ്റെ മന്ത്രി എന്നുള്ളതിലേക്ക് ശ്രീ കെ ബാബുവുമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും ആളുകളും ആവശ്യപ്പെടുന്നതും ഈ പറയുന്ന മറ്റൂരിലേക്ക് എത്തിച്ചേരുന്ന ബൈപ്പാസ് റോഡ് വേണമെന്നുള്ളതിലേക്കാണ്. സ്വകാര്യ സങ്കുചിത താല്പര്യമാണ് ഈ രണ്ടു കൂട്ടരുടെയും ഇതിൻ്റെ പിന്നിൽ 2.5 വർഷക്കാലം ഈ പ്രവൃത്തി നടപ്പാക്കുന്നതിന് തടസ്സം നിന്നിട്ടുള്ളത്. മന്ത്രി കെ ബാബുവും കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി സാബുവും പുതിയ ബൈപ്പാസ് കാലടി സ്തൂപത്തിന് സമീപം ഉടുമ്പുഴത്തോട്ടിൽ അവസാനിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് നടത്തരുതെന്ന വാശി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 8 സമരങ്ങൾ ഇവിടെ ഇതിനെതിരെ നടന്നു. എന്തിനാണ് സമരം ചെയ്തതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. കാലടിയിലെ ഒരു ബൈപ്പാസ് റോഡ് വരുന്നത് കാലടിയുടെ മാത്രം പ്രശ്നമായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കാലടിയുടെ പ്രാധാന്യത്തെ കൂടി കണക്കിലെടുത്ത് വേണം കാലടിയിൽ കൂടി ഒരെണ്ണം പോകാൻ എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷെ നാളിതുവരെ അതിന് വേണ്ടിയിട്ട് ഇതിനു മുൻപ് ഭരിച്ചിരുന്ന ആരും ശ്രമിച്ചില്ല. ഈ MLA മന്ത്രിയായിരുന്നു, എത്രയോ നാൾ MLA ആയിരുന്നു, ചെയ്യാതിരുന്നിട്ട് ഇങ്ങനെയൊരു അവസരം കിട്ടിയപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോഴല്ലേ അത് തുടക്കം കുറിച്ചത്. UDF കൺവീനർ PP തങ്കച്ചനും ജോസ് തെറ്റയിൽ സാജു പോൾ തുടങ്ങിയ ഒരു നിർദ്ദിഷ്ട പാലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസ് മറ്റൂരിൽ അവസാനിച്ചാൽ മതിയെന്നറിയിച്ചു. ബൈപ്പാസ് ഏതു വഴി വരണം എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഇവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രതിനിധികളായി എത്തിയവർ 2 അഭിപ്രായത്തിലാണ്. മന്ത്രിസഭയിൽ പോലും ഇതിൻ്റെ ഭിന്നതയുണ്ടായി. ഏതു വഴിയായാലും സഞ്ചാരയോഗ്യമായ ഒരു പാത വേണം, അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം. ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാത്ത നേതാക്കന്മാർ പാലമില്ലാത്ത 2 കരകൾ പോലെ നിന്നു. താന്നിപ്പുഴയിലൂടെ കുറേ വെള്ളം ഒഴുകിപ്പോയി. നേതാക്കന്മാരുടെ വാശിയിൽപ്പെട്ട് വലഞ്ഞത് സാധാ ജനമായിരുന്നു. നിർദ്ദിഷ്ട പാലത്തിൽ നിന്നും ബൈപ്പാസ് മറ്റൂർക്ക് വേണമോ അതോ ഉടുമ്പുഴയിലേക്ക് പോകണോ എന്നതാണ് 2.5 വർഷമായി കാലടിക്കാർ ചർച്ച ചെയ്തത്. മറ്റൂരും ഉടുമ്പുഴയുമായി കിലോമീറ്ററുകൾ അകലമുണ്ട് എന്ന് കരുതുന്നവർക്ക് തെറ്റി. ഈ ദൂരം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ 300 മീറ്ററിന് വേണ്ടിയാണ് 2.5 വർഷം പാഴാക്കി കളഞ്ഞത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീർക്കാവുന്ന വിഷയം ഒരേ പാർട്ടിക്കാർ പോലും 2 ധ്രുവങ്ങളിലാക്കി. മറ്റൂർ പാതയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന് 2 ചേരികളുണ്ടായി. പരസ്പരം ചെളിവാരിയെറിഞ്ഞും ആരോപണ പ്രത്യാരോപണങ്ങളുമായി തെരുവിലിറങ്ങി. കടയടപ്പും സമരവും ഹർത്താലും അരങ്ങേറി. എല്ലാവരും കൂടി കാലടിപ്പാലത്തെ ഒരു പഞ്ചവടിപ്പാലമാക്കി മാറ്റി. ബൈപ്പാസ് വിഷയം ഇതിനിടയിൽ കോടതിയും കയറി. ബൈപ്പാസ് മറ്റൂർ ജംഗ്ഷൻ വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് ആലുക്ക കുഞ്ഞിപ്പാലു വർഗീസും ദേവസിക്കുട്ടിയും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. പാലത്തിൻ്റെയും ബൈപ്പാസിൻ്റെയും പണി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് MP മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് ഹർജിയുടെ ഭാഗമാക്കണമെന്ന ഹർജിക്കാരൻ്റെ അപേക്ഷ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അംഗീകരിച്ചു. മറ്റൂർ പാതയ്ക്ക് സർക്കാർ പച്ചക്കൊടി വീശിയതോടെ ഫ്ലക്സുകൾ പാതയോരത്തുയർന്നു. UDF കൺവീനർ PP തങ്കച്ചനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം ഫ്ലക്സ് ഉയർത്തിയപ്പോൾ MLA മാരായ സാജു പോളിൻ്റെയും ജോസ് തെറ്റയിലിൻ്റെയും ചിത്രങ്ങൾ LDF കവലകളിൽ സ്ഥാപിച്ചു. പാലം നിർമ്മിക്കാൻ ഓരോ ദിവസവും വൈകുന്തോറും നിർമ്മാണ ചെലവ് വർദ്ധിക്കുമെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പുകൾ വാശിക്കരണങ്ങളിൽ എത്തിയതേയില്ല. വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാതെ ഒരു ബിസിനസ് സ്ഥലത്തും ഒരാളും കയറി വരില്ല. ഇന്ന് ഞങ്ങളുടെ ഈ റോഡ് സൈഡിലിരിക്കുന്ന കടകളിൽ ഒരു സ്കൂട്ടറോ ഒരു സൈക്കിളോ കൊണ്ടുവച്ച് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഒരാളില്ല. അതിൻ്റെ കാരണം എന്താ? ഈ വാഹനങ്ങളുടെ ബാഹുല്യം,
ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ആളുകളിൽ ഒരു 25% ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവർ കാലടിയിൽ നിർത്തിയതുകൊണ്ട് ആ വാഹനങ്ങൾ കാലടിയിലൂടെ കടന്നു പോയതുകൊണ്ട് നാട്ടുകാരായ ഞങ്ങൾക്കോ ആർക്കും ഒരു പ്രയോജനമില്ല. അവർക്കൊരു ബൈപ്പാസ് കിട്ടിയാൽ, ഒരു ബൈപ്പാസ് റോഡും അതിനോട് ചേർന്നൊരു പാലവും ഉണ്ടെന്നുണ്ടെങ്കിൽ ടൗണിലെ തിരക്കുകളിൽ നിന്ന് ഒഴിവായി അവർക്ക് എത്തേണ്ട സ്ഥലങ്ങളിലെത്താം. സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം 25,000 കടന്നാൽ 2 വരി ഒഴിവാക്കി 4 വരി പാത നിർമ്മിക്കണമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കാലടിപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം 30,000-വും 40,000-വും എത്തിയിട്ടും 4 വരി പോയിട്ട് 2 വരി പാതയുടെ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ പോലും കഴിഞ്ഞില്ല. ബുദ്ധിമാന്മാർ പാഠം പഠിക്കുന്നത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നാണ്. എന്നാൽ സ്വന്തം അനുഭവം വരും വിഡ്ഢി പാഠം പഠിക്കാൻ. ഇതുപോലത്തെ ഒരു പാഠം പഠിക്കലാണ് കാലടിപ്പാലത്തിൽ സംഭവിച്ചത്. ഫണ്ട് അനുവദിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ടും ഒരു വിള്ളൽ വേണ്ടി വരുന്നു സത്യം ബോധ്യപ്പെടാൻ. അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്താതിരുന്നതിനാൽ പാലത്തിന് ശക്തമായ കുലുക്കവും അനുഭവപ്പെട്ടു തുടങ്ങി. ഒടുവിൽ ജനങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. രാവിലെ പാലത്തിൽ നിന്നും കോൺക്രീറ്റ് ഇളകി ഒരു ഭാഗം അടർന്നു വീണത് ബൈക്ക് യാത്രക്കാരൻ കണ്ടെത്തി. രാഷ്ട്രീയക്കാരുടെ പിടിവാശി പാലത്തിൻ്റെ തകർച്ചയിലേക്ക് വരെ എത്തിച്ചത് ജനങ്ങളെ കലിതുള്ളിച്ചു. MC റോഡിലൂടെയുള്ള ഗതാഗതം നാട്ടുകാർ തടഞ്ഞു. കരകവിഞ്ഞൊഴുകുന്ന പെരിയാറിനെ പോലെ അണകെട്ടി നിർത്തിയ ദേഷ്യവും സങ്കടവും പൊട്ടിയൊഴുകി. ജനപ്രതിനിധികളെ ജനം കൂവിക്കൊണ്ട് വരവേറ്റു. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്നാണ് പഴമൊഴി. പക്ഷേ കാലടിപ്പാലം കുലുങ്ങിയപ്പോൾ ജനപ്രതിനിധികളായ ചില കേളന്മാർ കുലുങ്ങി. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ചെറിയ ഇടവേള.